നമസ്കാരം. വാക്കുകൾ കൊണ്ട് വല്ലാതെ മുറിവേറ്റവർക്കേ ആ വേദന മനസ്സിലാവൂ. നിരന്തരം വ്യക്തിയാധിക്ഷേപങ്ങൾക്ക് വിധേയനായെങ്കിലും അതെല്ലാം നാട്ടിൽ സ്നേഹം വിതയ്ക്കാനുള്ള വിത്താക്കി മാറ്റിയ രാഹുൽ ഗാന്ധിയുടെ മനസ്സിന്റെ ആർദ്രത ഒരിക്കൽ കൂടി ദൃശ്യമായ ട്വീറ്റാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് പലവരും പറഞ്ഞത് കേവലം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ലെന്നും അത് തന്റെ സ്ഥായിയായ വീക്ഷണം തന്നെയാണെന്നും വ്യക്തമാക്കുന്നതായിരുന്നു രാഹുലിന്റെ ട്വീറ്റ്. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സ്മൃതി ഇറാനിക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചതാണ് അന്യാദൃശമായ ആ സഹജീവി സ്നേഹം പ്രകടമാക്കിയത്. സ്മൃതി ഇറാനിക്കെതിരെ മോശം ഭാഷ പ്രയോഗിക്കുന്നത് നിർത്തണമെന്നും ആളുകളെ അപമാനിക്കുന്നത് ദൗർബല്യത്തിന്റെ അടയാളമാണെന്നുമാണ് രാഹുൽ തന്റെ ട്വീറ്റിൽ കുറിച്ചത്. എക്സിലാണ് രാഹുൽ പ്രതികരിച്ചത്. ഒരു കവിളത്തടിച്ചാൽ മറുകവിൾ കാണിച്ചു കൊടുക്കണമെന്ന യേശുദേവന്റെ പ്രബോധനവും തന്നെ ചവിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിന് നൊന്തോ എന്നന്വേഷിച്ച ഗാന്ധിജിയുടെ സഹജാവബോധവും തന്നിൽ സമന്വയിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് രാഹുലിന്റെ വാക്കുകളിൽ അവതീർണമാകുന്നത്. ജയവും പരാജയവും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ശ്രീമതി സ്മൃതി ഇറാനിക്കോ മറ്റാർക്ക് നേരെയോ അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിക്കുന്നതും അശ്ലീലം പറയുന്നതും നിർത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളെ നാണം കെടുത്തുന്നതും അപമാനിക്കുന്നതും ശക്തിയല്ല, ദൗർബല്യത്തിന്റെ അടയാളമാണ് എന്നാണ് രാഹുലിന്റെ കുറിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി KL ശർമ്മയോട് തോറ്റ സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം തന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞതിനെ തുടർന്ന് അവർക്കെതിരെ വൻതോതിലുള്ള സൈബർ ആക്രമണം നടന്നിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ അമേഠിയിൽ തന്നെ മത്സരിക്കണമെന്ന് വെല്ലുവിളി ഉയർത്തിയ സ്മൃതി ഇറാനിയെ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിശോരിലാൽ ശർമ്മ 1.6 ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിൽ തോൽപ്പിച്ചിരുന്നു. റായ്ബറേലിയിൽ മത്സരിച്ച രാഹുൽ ആവട്ടെ 4 ലക്ഷത്തോളം വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2019 അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി കഴിഞ്ഞ 5 വർഷക്കാലം തരം കിട്ടുമ്പോഴൊക്കെ രാഹുലിനെ വ്യക്തിഹത്യ നടത്തുന്നതിൽ മുൻപന്തിയിലായിരുന്നു. മോദി എന്ന ഇല്ലാത്ത ജാതി പേരിനെ ആക്ഷേപിച്ചു എന്ന പേരിൽ പരമാവധി ശിക്ഷയായ 2 വർഷത്തേക്ക് രാഹുലിനെ ഗുജറാത്ത് കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് പാർലമെന്റ് അംഗത്വം റദ്ദാക്കുകയും ഔദ്യോഗിക വസതിയിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തിരുന്നു. അന്ന് വീടൊഴിയാൻ പത്രസമ്മേളനം നടത്തി ആവശ്യപ്പെട്ട സ്മൃതി ഇറാനിക്ക് അധികം വൈകാതെ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് മന്ത്രിമന്ദിരം ഒഴിയേണ്ട സ്ഥിതിയും സംജാതമായി. കാലത്തിന്റെ ഈ കാവ്യനീതിയെ മുൻനിർത്തി രാഹുലിനെ അപഹസിച്ച സ്മൃതി ഇറാനിയെ സമൂഹ മാധ്യമങ്ങളിൽ കണക്കിന് പരിഹസിക്കാൻ പലരും വ്യാപകമായി രംഗത്തു വന്നിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഘടിതമായി നടക്കുന്ന പരിഹാസത്തിനും വ്യക്തിഹത്യക്കുമെതിരെ രാഹുൽ ഗാന്ധി തന്നെ രംഗത്തു വന്നത്. ഇതപര്യന്തം ഇത്രമാത്രം അവഹേളനങ്ങൾക്ക് ഇരയാവേണ്ടി വന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവില്ലെന്നിരിക്കെ രാഹുൽ ഗാന്ധി തന്നെ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി അധിക്ഷേപിച്ച സ്മൃതി ഇറാനിയുടെ രക്ഷയ്ക്കെത്തിയത് രാഷ്ട്രീയ രംഗം ദീർഘകാലം ചർച്ച ചെയ്യുമെന്നുറപ്പ്.